ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശങ്ങൾ ഭാഗികമായി അംഗീകരിച്ച് ഹമാസ്. ബന്ദികളെ മോചിപ്പിക്കാമെന്നും സ്വതന്ത്ര ബോഡിക്ക് ഗാസയുടെ അധികാരം കൈമാറാൻ തയ്യാറെന്നുമാണ് പ്രതികരണം. ചില നിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്ന ആവശ്യവും ഹമാസ് ഉയർത്തുന്നു. ഹമാസ് നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. ഇസ്രയേൽ ആക്രമണം നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഫൈസൽ, സമാധാനത്തിലേക്കുള്ള അടുത്ത പടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി ചർച്ച നടക്കുന്നത്? ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് അംഗീകരിച്ചത്? ആര്യ കീർത്തന, എല്ലാവരും വലിയ ഒരു ആകാംക്ഷയിലായിരുന്നു. എങ്ങനെയാണ് ട്രംപിൻ്റെ 20 നിർദ്ദേശങ്ങളോട് ഹമാസ് പ്രതികരിക്കുക എന്നുള്ളത്. എന്തായാലും ഹമാസ് അക്കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭാഗികമായി ഈ നിർദ്ദേശങ്ങളിൽ അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ 72 മണിക്കൂറിനിടെ സാധ്യമാകുക എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ബന്ദികൾ പലയിടങ്ങളിലായിട്ടാണുള്ളത്. 48ഓളം ബന്ദികളെയാണ് ഇനി മോചിപ്പിക്കാനുള്ളത്. അതിൽ 20ഓളം പേർ മാത്രമാണ് ജീവനോടെയുള്ളത് എന്നാണ് അറിയുന്നത്. എന്തായാലും അതിൽ കൂടുതൽ സമയം വേണം എന്ന് അവർ ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ അവർ അംഗീകരിച്ചിട്ടുള്ള മറ്റൊരു കാര്യം ഗാസയുടെ ഭരണം ഒരു പലസ്തീൻ അതോറിറ്റിക്ക് നൽകുക എന്നുള്ളതാണ്, കൈമാറുക എന്നുള്ളതാണ്. നിലവിൽ ഗാസയുടെ ഭരണം ഉള്ളത് ഹമാസിൻ്റെ കയ്യിലാണ്. പക്ഷേ അക്കാര്യത്തിലും അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം, ട്രംപിൻ്റെ നിർദ്ദേശം, ട്രംപും അതോടൊപ്പം തന്നെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും നേതൃത്വം നൽകുന്ന ഒരു സമിതിയായിരിക്കും ഇതിൻ്റെ മേൽനോട്ട ചുമതല എന്നുള്ളതായിരുന്നു. ടോണി ബ്ലെയറിനെ അംഗീകരിക്കാനാവില്ല എന്ന് എന്തായാലും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മറ്റ് വിഷയങ്ങളിൽ പ്രധാനമായിട്ടും ഹമാസിനെ നിരായുധീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അതിൽ അവർ ഭേദഗതി ആവശ്യപ്പെടും. മറ്റൊന്ന്, എങ്ങനെയായിരിക്കും ഇസ്രായേലിൻ്റെ ഈ ഒരു സൈനിക പിന്മാറ്റം ഗാസയിൽ നിന്നുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ഫ്രെയിം വർക്ക് വേണം എന്നുള്ള കാര്യവും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഹമാസിൻ്റെ ഈ ഒരു പ്രതികരണത്തെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ട്രംപ് ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഗാസയുടെ മാത്രമല്ല, മേഖലയുടെ ഒന്നാകെ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കുന്ന ഒരു നടപടിയാണ് ഇതെന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിനോട് കൃത്യമായി തന്നെ ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണം, ആക്രമണം നിർത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി കാത്തിരിക്കാം. പന്ത് ഇപ്പോൾ ഉള്ളത് നെതന്യാഹുവിൻ്റെ കോർട്ടിലാണ്. നെതന്യാഹു ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം നെതന്യാഹുവിന് ശരിക്കും അമ്പരപ്പാണ് ഉണ്ടായി എന്നുള്ളതാണ്. നെതന്യാഹു വിചാരിച്ചിരുന്നത് ഹമാസിൻ്റെ നിർദ്ദേശങ്ങളെ ട്രംപ് തള്ളിക്കളയും എന്നായിരുന്നു. എന്തായാലും നെതന്യാഹുവിന് ഇസ്രായേലിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രഷറുണ്ട്, വലിയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും നെതന്യാഹു ഈ ഹമാസിന്റെ പ്രതികരണത്തെ എടുക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത്. ട്രംപിന്റെ നിർദ്ദേശങ്ങളിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബന്ദികൾ ഉൾപ്പെടെ വിട്ടയക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഹമാസ് എത്തി എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ്. ഫൈസൽ ഹംസയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.